എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേര് DB കൂപ്പർ അഥവാ ഡാൻ കൂപ്പർ. ഒറ്റ നോട്ടത്തിൽ ഒരു പള്ളിവികാരിയോ കപ്പ്യാരോ അല്ലെങ്കിൽ സാധുവായിട്ടുള്ള ഒരു കുടുംബനാഥനോ ശാസ്ത്രജ്ഞനോ എഴുത്തുകാരനോ എന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ലോകത്ത് ഇന്നേ വരെ ആരും ചെയ്യാത്തൊരു സാഹസമാണ് ഇദ്ദേഹം ചെയ്തത്. ആ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1971 നവംബർ 24 അമേരിക്കയിലെ ഒറിഗോണിലുള്ള പോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സീറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി കിടക്കുകയായിരുന്നു നോർത്ത് വെസ്റ്റ് ഓറിയന്റഡ് വിമാനം. പൊതുവെ തിരക്കുള്ള സമയം അല്ലാത്തതിനാൽ അധികം യാത്രക്കാരൊന്നും പ്ലെയിനിലുണ്ടായിരുന്നില്ല. അവസാന നിമിഷം ഒരാൾ ഓടിക്കസെത്തുവാണ് DB കൂപ്പർ. കണ്ടാൽ സുമുഖൻ, ശാന്തൻ, കയ്യിലൊരു പെട്ടിയുമുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ കഥ നടക്കുന്നത് 1971 അന്ന് ഈ സുരക്ഷാ പരിശോധനയൊന്നും അത്ര വലിയ ശക്തമൊന്നുമല്ലായിരുന്നു. അങ്ങനെ DB കൂപ്പർ പ്ലെയിനിൽ കയറി. പ്ലെയിൻ പറന്നു പൊങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എയർ ഹോസ്റ്റസ് വന്ന് ചോദിച്ചു, കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ മറ്റോ വേണമെന്ന്. DB കൂപ്പർ പറഞ്ഞത് എനിക്കൊരു പേപ്പറും പേനയും വേണമെന്നായിരുന്നു. എയർ ഹോസ്റ്റസ് ആദ്യം നമ്പരുന്നെങ്കിലും ഒരു പേപ്പറും പേനയും അല്ലേ കൊടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ പേപ്പറും പേനയും കൊടുത്ത് തിരിച്ചു പോകാൻ നേരത്ത്, അതായത് DB കൂപ്പറിന്റെ പക്കൽ നിന്ന് തിരിച്ചു പോകാൻ നേരത്ത് DB കൂപ്പർ നിൽക്കാൻ പറഞ്ഞു. കയ്യിൽ കയറി പിടിച്ചു. ആ പേപ്പറിൽ ഒരു സാധനം എഴുതിയിട്ട്, ഒരു കാര്യം എഴുതിയിട്ട് ഇത് കോക്പിറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എയർ ഹോസ്റ്റസ് ഇത് കോക്പിറ്റിലുള്ള ക്യാപ്റ്റനെടുക്കൽ ഏൽപ്പിച്ചു. അവർ വായിച്ചിട്ട് ഞെട്ടിയാണ് ചെയ്തത്. അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റി തന്നില്ലെങ്കിൽ ഈ പ്ലെയിൻ ഞാൻ ബോംബ് വെച്ച് തകർക്കും. എൻ്റെ പെട്ടിയിലുള്ളത് വൻ സ്ഫോടക വസ്തുവാണ്. ഇത് വായിച്ചോടും തന്നെ ക്യാപ്റ്റൻ വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്ക വന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടി തുറന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പെട്ടി തുറന്നു. അതിൻ്റെ അകത്ത് 2 സിലിണ്ടറുകൾ കഴിപ്പിച്ചൊരു ബോംബായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ക്യാപ്റ്റന് അത് ബോംബാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഈ വിവരം അവർ സീറ്റിൽ എയർപോർട്ടിൽ അറിയിച്ചു. അപ്പോൾ കൂപ്പർ ആവശ്യപ്പെട്ടത് $2 ലക്ഷം, $2 ലക്ഷം അമേരിക്കൻ ഡോളറും ഒരു മിലിറ്ററി പാരച്യൂട്ടുമായിരുന്നു. ഇവർക്ക് ഈ ആവശ്യം അംഗീകരിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. 42 യാത്രക്കാരായിരുന്നു ആ പ്ലെയിനിലുള്ളത്. അതോടൊപ്പം ആ പ്ലെയിനിലെ ജീവനക്കാർ, അതായത് എയർ ഹോസ്റ്റസ്, അതോടൊപ്പം 2 പൈലറ്റ്, പിന്നെ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറുമായിരുന്നു ഈ പ്ലെയിനിലുണ്ടായിരുന്നത്. ഇവരുടെ ജീവന് വിലകൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൂപ്പറിൻ്റെ ആവശ്യം അംഗീകരിക്കാതെ അവർക്ക് വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിമാനം ഇവരെ സീറ്റിൽ എയർപോർട്ടിൽ ഇറക്കി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂപ്പർ പറഞ്ഞ $2 ലക്ഷം പാരച്യൂട്ടുമായിട്ട് അവിടെ കാത്തു നിന്നു. പോലീസ് പ്ലാൻ ചെയ്ത പദ്ധതി എന്തെന്നാൽ, കൂപ്പർ ജനലിൻ്റെ അടുക്കിലേക്ക് ഈ ഒരു പാരച്യൂട്ടും പൈസയും വാങ്ങാൻ വരുമ്പോഴേക്കും സ്നൈപ്പർമാരെ വെച്ച് വെടിവെച്ചിടാനായിരുന്നു. അതിനായിട്ട് ഒരുപാട് സ്നൈപ്പർമാരെ ദൂരെ നിന്ന് സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട കൂപ്പർ ബുദ്ധിപരമായിട്ട് നീങ്ങി. പ്ലെയിനിലുണ്ടായിരുന്ന ഒരു പൈലറ്റിൻ്റെ യൂണിഫോം മേടിച്ചിട്ട ശേഷമാണ് കൂപ്പർ ജനലിൻ്റെ അടുക്കിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും പോലീസ് തെറ്റിദ്ധരിച്ചത് അത് പൈലറ്റാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ വെടിവെച്ചില്ല. കൂപ്പർ കൂളായിട്ട് പൈസ വാങ്ങി പ്ലെയിനിൻ്റെ അകത്തേക്ക് പോന്നു. പണം വാങ്ങി അകത്ത് കയറിയ ശേഷം കൂപ്പർ പ്ലെയിനിൻ്റെ വാതിലടച്ചു. അല്പസമയത്തിന് ശേഷം തന്നെ വാതിൽ തുറന്നു. ഓരോ യാത്രക്കാരായിട്ട് പ്ലെയിനിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. 42 യാത്രക്കാരും അതോടൊപ്പം ജീവനക്കാരും പ്ലെയിനിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ പ്ലെയിനിൽ അവശേഷിക്കുന്നത് 4 പേര് മാത്രമാണ്. 2 പൈലറ്റ്, ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ, കൂപ്പർ പൈലറ്റുമാരോട് പറഞ്ഞു വിമാനം മെക്സിക്കോ സിറ്റിയിലേക്ക് വിടാൻ. ഒരുപാട് നിബന്ധനയും വെച്ചു അദ്ദേഹം. അതായത് വിമാനം 10,000 അടിയിൽ മുകളിൽ പറക്കാൻ പാടില്ല. പിന്നെ പറയുവാണെങ്കിൽ പ്ലെയിനിൻ്റെ ഓട്ടോ പൈലറ്റ് യൂണിറ്റ്, അതായത് പ്ലെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം ലാൻഡിംഗ് ഗിയേഴ്സ്, അതായത് പിൻവശത്തെ മുൻവശത്തെ വീലുകൾ താഴ്ന്നു തന്നെ ഇരിക്കണം. അതോടൊപ്പം പ്ലെയിൻ 190 km/h മുകളിൽ പോകാനും പാടില്ല. ഇത്രയും നിബന്ധനകൾ കൂപ്പർ മുമ്പോട്ട് വെച്ചു. ഇവർക്കനുസരിക്കാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. കാരണം കൂപ്പറിൻ്റെ കയ്യിലിരിക്കുന്നത് ബോംബാണ്. അങ്ങനെ വിമാനം വീണ്ടും ഉയർന്നു. മെക്സിക്കോയെ ലക്ഷ്യമാക്കി പറക്കാൻ തുടങ്ങി. കൂപ്പർ ഈ സമയം കോക്പിറ്റ് വിട്ട് പുറത്തു വന്നു. അപ്പോൾ കോക്പിറ്റിൻ്റെ അകത്താണ് ഇവർ 3 പേരും, 2 പൈലറ്റും ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറും. അപ്പോൾ കൂപ്പർ ഇതിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഇവർക്കറിയത്തില്ല. വിമാനം നെവേഡ പ്രവിശ്യയ്ക്ക് മുകളിലെത്തിയപ്പോഴേക്കും ഈ പൈലറ്റുമാർ ശ്രദ്ധിച്ചു, അതായത് വിമാനം ഒന്ന് ആടി ഉലയാൻ തുടങ്ങി. ഒരു കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ അവർ ഏകദേശം ഒരുമാതിരി കൺട്രോൾ ചെയ്തു അവരുടെ ഒരു കഴിവ് വെച്ച്. അവർ പരിശോധിച്ചപ്പോഴേക്കും വിമാനത്തിൻ്റെ ഏറ്റവും പുറകിലുള്ള ഒരു ചെറിയ വാതിൽ, അതായത് ഈ സാധനങ്ങളൊക്കെ കയറ്റാൻ, കാർഗോ കയറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ വാതിലാണ്, ആഫ്റ്റ് എയർ സ്റ്റെയർ എന്നതിനെ പറയും. ഇത് തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. ഉടൻ തന്നെ ഇവർ അവിടെയുള്ള, അതായത് നെവേഡയിലുള്ള റിനോ എയർപോർട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് റിനോ എയർപോർട്ടിൽ ഇവർ ആ പ്ലെയിൻ ഇറക്കി. വിമാനം റിനോ എയർപോർട്ടിൽ ഇറക്കുമ്പോഴേക്കും അവിടെയുള്ള സകല പോലീസുകാരും പട്ടാളക്കാരും ബാക്കി സെക്യൂരിറ്റി ഏജൻസികളും എല്ലാം കൂപ്പറിനായിട്ട് കാത്തുനിന്നു. അവർ വിചാരിക്കുന്നത് പ്ലെയിനിൽ കൂപ്പർ ഉണ്ടെന്നാണ്. അവർ പ്ലെയിനിൻ്റെ അകത്ത് കയറി അരിച്ചു പെറുക്കി നോക്കി. കൂപ്പറേയും കണ്ടില്ല, ആ പെട്ടിയും കണ്ടില്ല, പാരച്യൂട്ടും കണ്ടില്ല, ആ പണവും കണ്ടില്ല. അതായത് നെവേഡയ്ക്ക് മുകളിലൂടെ പറക്കുന്നതിന് മുമ്പ് കൂപ്പർ ഒരു കാട്ടിലേക്ക് പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടി എന്നാണ് പറയുന്നത്.
നാട്ടുകാരും പോലീസും അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥരും കൂടെ കാട് മുഴുവൻ അരിച്ചു പെറുക്കി ഒരുപാട് ദിവസങ്ങളിൽ. അവർക്ക് കൂപ്പറിൻ്റെ പൊടി പോലും കാണാൻ സാധിച്ചില്ല. പിന്നീട് കുറേ അസ്ഥികഷ്ണങ്ങളൊക്കെ അവിടുന്ന് കിട്ടി. അപ്പോൾ ആൾക്കാർ ആദ്യം പറഞ്ഞത് അത് കൂപ്പറിൻ്റെ ആണെന്നും കൂപ്പർ മരിച്ചുപോയെന്നുമാണ്. പക്ഷേ പിന്നീടുള്ള ശാസ്ത്ര പരിശോധനയിൽ മനസ്സിലായി അതേതോ ഒരു മൃഗത്തിൻ്റെ ആണെന്ന്. അപ്പോൾ കൂപ്പർ ചെയ്ത സാഹസം ഒന്ന് ഓർത്തു നോക്കുക. പറക്കുന്ന പ്ലെയിനിൽ നിന്ന് പണം തട്ടിയെടുത്ത് പാരച്ചൂട്ട് വഴി എങ്ങോട്ടോ ചാടി രക്ഷപ്പെട്ടു. ഇന്നും DB കൂപ്പർ എന്ന് പറയുന്ന ആ ഡാൻ കൂപ്പറിനെ കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ പറ്റി യാതൊരുവിധ തെളിവുമില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ചിത്രം മാത്രമാണ്. ഇതെന്ന് പറയുന്നത് രേഖാചിത്രമാണ്. ഒരുപാട് യാത്രക്കാർ പറഞ്ഞ ആ ഒരു അടയാളം വെച്ച് അവിടുത്തെ പോലീസുകാർ വരച്ച ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അമേരിക്കയിലുള്ള എല്ലാ സെക്യൂരിറ്റി ഏജൻസികളും പിന്നീടുള്ള ഒരുപാട് വർഷങ്ങളിൽ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല അവരെ കൊണ്ട്. ആരായിരുന്നു ഇയാൾ? എവിടെ നിന്നാണ് ഇയാൾ വന്നത്? ആ പ്ലെയിനിൽ നിന്ന് ചാടിയ ശേഷം ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ആ പെട്ടിയിലുണ്ടായിരുന്നത് ബോംബ് തന്നെയാണോ? ഇതെല്ലാം തന്നെ ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ഒരു കറുത്ത നിഗൂഢതയായിട്ട് തുടരുന്നു. അപ്പോൾ ഇതാണ് ഡാൻ കൂപ്പർ എന്ന DB കൂപ്പറിൻ്റെ പിന്നിലുള്ള ഒരു നിഗൂഢമായ കഥ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മേനോൻ സൈനിങ് ഔട്ട്.